എല്ലാവർക്കും നമസ്കാരം. ജോയ്ഫുൾ സൈക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോയ്സൺ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ചില മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ സൗഹൃദ സംഭാഷണങ്ങളിലോ നിങ്ങൾ പറയുന്നത് ആരും വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അറിയിക്കുന്ന വില കിട്ടുന്നില്ല എന്ന് എപ്പോഴെങ്കിലൊക്കെ തോന്നിയിട്ടുണ്ടോ? മറ്റുള്ളവര് നിങ്ങളെ ബഹുമാനിക്കണമെന്നും നിങ്ങൾ പറയുന്നത് കേൾക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പലപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധയും ബഹുമാനവും പിടിച്ചു പറ്റുന്നതിൽ നമ്മളുടെ ആത്മവിശ്വാസത്തിന്, അതായത് നമ്മൾ പറയില്ലേ സെൽഫ് കോൺഫിഡൻസ്, അതിന് വലിയൊരു പങ്കുണ്ട്. ഈ ആത്മവിശ്വാസക്കുറവ് നമ്മളെ പിന്നോട്ട് വലിക്കുകയും നമ്മുടെ കഴിവുകൾ വേണ്ട വിധം പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് അതിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധയും ബഹുമാനവും നേടിയെടുക്കാൻ സഹായിക്കുന്ന ചില പ്രായോഗികമായ വഴികളെ കുറിച്ചാണ്. വളരെ ലളിതമായ, എന്നാൽ സ്ഥിരമായിട്ട് ചെയ്താൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആദ്യം എന്താണ് ആത്മവിശ്വാസം എന്ന് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മുടെ സ്വന്തം കഴിവുകളിലും മൂല്യത്തിലുള്ള ഒരു വിശ്വാസമാണ്. എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഞാൻ വിലപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഞാൻ വിലപ്പെട്ടവളാണ് എന്നൊക്കെയുള്ള ഒരു ആന്തരികമായിട്ടുള്ള ബോധ്യമാണിത്. ഇതൊരിക്കലും ഒരു അഹങ്കാരമല്ല, അതായത് ഇറ്റ് ഇസ് നോട്ട് ആൻ അറഗൻസ്, മറിച്ച് സ്വയം മതിപ്പ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സെൽഫ് എസ്റ്റീം. എന്തുകൊണ്ടാണ് ആത്മവിശ്വാസം മറ്റുള്ളവരുടെ ബഹുമാനം നേടുന്നതിൽ പ്രാധാന്യമുള്ള ഒരു കാര്യമായി മാറുന്നത്? ആദ്യമായി തന്നെ വ്യക്തമായിട്ടുള്ള ആശയവിനിമയം. അതെ, ആത്മവിശ്വാസമുള്ള ആളുകൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും കൂടുതൽ വ്യക്തവും ശാന്തവുമായിട്ട് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ഇത് മറ്റുള്ളവർക്ക് അവരെ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും എളുപ്പമാകുന്നു. അടുത്തതായിട്ട് ശരീരഭാഷ. അവരുടെ നിൽപ്പ്, ഇരുപ്പ്, നോട്ടം, സംസാര രീതി എന്നിവയെല്ലാം ഒരുതരം ഉറപ്പ്, ഒരുതരം കോൺഫിഡൻസ് പ്രതിഫലിപ്പിക്കും. ഇത് മറ്റുള്ളവരിൽ മതിപ്പുളവാക്കാൻ സഹായിക്കുന്ന മനഃശാസ്ത്ര പഠനങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ശരീരഭാഷ നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ വികാരങ്ങളെയും സ്വാധീനിക്കുന്നെന്ന. ശരിയാ, തികച്ചും നമ്മളുടെ പല കാര്യങ്ങളെയും വളരെയധികം ഈ നമ്മളുടെ നിൽപ്പും അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ് ഒക്കെ വളരെയധികം സ്വാധീനിക്കുന്നതായിട്ടുണ്ട്. അടുത്തതായിട്ട് ഇത് നമുക്ക് അതിരുകൾ സ്ഥാപിക്കാനായിട്ടുള്ള കഴിവ് നൽകുക ചെയ്യുന്നത്. ആത്മവിശ്വാസമുള്ളവർക്കുണ്ടല്ലോ, തങ്ങളുടെ ആവശ്യങ്ങൾക്കും സമയത്തിനും വ്യക്തമായിട്ടുള്ള അതിരുകൾ വെക്കാനും അത് മറ്റുള്ളവരെ ബഹുമാനത്തോടെ അറിയിക്കാനും സാധിക്കുന്നതായിരിക്കും. ഇത് സ്വയം ബഹുമാനിക്കുന്നതിന്റെ ലക്ഷണം കൂടിയാണ് കേട്ടോ. അടുത്തതായിട്ട് വെല്ലുവിളികളെ നേരിടാനുള്ള ഒരു മനോഭാവം പ്രദാനം ചെയ്യുന്നു. പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും നേരിടാനുള്ള ഒരു ധൈര്യം ആത്മവിശ്വാസമുള്ളവർ പ്രകടിപ്പിക്കുന്നതായി കാണാം. ഇത് മറ്റുള്ളവരിലെ വിശ്വാസവും ആദരവും ജനിപ്പിക്കുന്നു. ഒരു ഉദാഹരണമായിട്ട്, ഒരു മീറ്റിങ്ങിൽ വളരെ നല്ല ആശയമുണ്ടായിട്ടും അത് പറയാൻ മടിച്ച് ശബ്ദം താഴ്ത്തി ആരുടെയും മുഖത്ത് നോക്കാതെ സംസാരിക്കുന്ന ഒരാളെയും അതേ ആശയം തന്നെ വ്യക്തമായി ആത്മവിശ്വാസത്തോടെ എല്ലാവരുടെയും മുഖത്ത് നോക്കി സംസാരിക്കുന്ന മറ്റൊരാളെയും നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. ആരുടെ വാക്കുകൾക്കായിരിക്കും ആളുകൾ കൂടുതൽ വില കൊടുക്കുക? തീർച്ചയായിട്ടും രണ്ടാമത്തെ ആൾക്കായിരിക്കും, അല്ലെ? അവിടെയാണ് ആത്മവിശ്വാസത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആത്മവിശ്വാസം വളർത്താനായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രായോഗിക വഴികൾ എന്താണെന്ന് പരിചയപ്പെടാം. ആത്മവിശ്വാസം എന്ന് പറയുന്നത് ജന്മനാ കിട്ടുന്ന ഒന്നല്ല, മറിച്ച് അത് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു കഴിവാണ്, ഒരു സ്കില്ലാണ്. അതിനുള്ള രണ്ട് വഴികളാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ശ്രദ്ധിച്ച് നമുക്ക് കേൾക്കാൻ ശ്രമിക്കാം. ഒന്നാമതായിട്ട്, ചെറിയ വിജയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഫോക്കസ് ഓൺ സ്മോൾ വിൻസ് ആൻഡ് കോമ്പിറ്റൻസസ്. വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇതെങ്ങനെ ചെയ്യാം? എല്ലാ ദിവസവും പൂർത്തിയാക്കാൻ കഴിയുന്ന ഒന്നോ രണ്ടോ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ വെക്കുക. ഉദാഹരണത്തിന്, ഇന്ന് 15 മിനിറ്റ് നടക്കും, ഇന്നൊരു പുതിയ പാചകക്കുറിപ്പ് പരീക്ഷിക്കും, ഇന്നൊരു സുഹൃത്തിനെ വിളിച്ച് സംസാരിക്കും. ഈ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുമ്പോഴുണ്ടല്ലോ, സ്വയം അങ്ങ് അഭിനന്ദിക്കണം. എന്തുകൊണ്ട് ഇത് സഹായിക്കണേ? ഓരോ ചെറിയ വിജയം നേടുമ്പോഴുണ്ടല്ലോ, എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നൊരു തോന്നൽ, എ സെൻസ് ഓഫ് കോമ്പിറ്റൻസ് ഓർ സെൽഫ് എഫിക്കസി എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഉള്ളിൽ വരും.
ഇത് പതിയെ പതിയെ നമ്മുടെ ആത്മവിശ്വാസം അങ്ങ് വർദ്ധിപ്പിക്കും. അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നിങ്ങളുടെ ശരീരഭാഷയെ ശ്രദ്ധിക്കാം, അതിനെ മെച്ചപ്പെടുത്താം. മൈൻഡ് യുവർ ബോഡി ലാംഗ്വേജ്. ശരീരഭാഷയ്ക്കുണ്ടല്ലോ നമ്മുടെ ആത്മവിശ്വാസത്തെയും മറ്റുള്ളവർ നമ്മളെ കാണുന്ന രീതിയെയും സ്വാധീനിക്കാനായിട്ട് കഴിയും. ഇതെങ്ങനെ ചെയ്തെടുക്കാം? കൂനിക്കൂടി ഇരിക്കാതെ, അതുപോലെ തന്നെ നിൽക്കാതെ നിവർന്നിരിക്കാനായിട്ട് അല്ലെങ്കിൽ നിവർന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കാം. സംസാരിക്കുമ്പോഴുണ്ടല്ലോ മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കാൻ ശ്രമിക്കാം. തുറിച്ചു നോക്കണമെന്നില്ല കേട്ടോ, സൗഹൃദപരമായിട്ടുള്ള നോട്ടാണ് ഉദ്ദേശിക്കുന്നത്. വ്യക്തവും എന്നാൽ ശാന്തവുമായിട്ടുള്ള ശബ്ദത്തിൽ സംസാരിക്കാൻ പരിശീലിക്കുക. ഒരു പുഞ്ചിരി നൽകാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഇത് സഹായിക്കണേ? നിവർന്ന് നിൽക്കുകയും അതുപോലെ തന്നെ കണ്ണിൽ നോക്കി സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ തലച്ചോറിന് ഞാൻ ആത്മവിശ്വാസത്തിലാണ് എന്നൊരു സന്ദേശമാണ് നൽകുന്നത്. ഇത് നിങ്ങളുടെ ഉള്ളിലെ തോന്നലിനെ മാറ്റാനും മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം നൽകാനും സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധയും ബഹുമാനവും നേടുന്നതിൽ ആത്മവിശ്വാസത്തിന് വലിയ പങ്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു സ്കിൽ കൂടിയാണ്. ചെറിയ വിജയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും നമ്മുടെ ശരീരഭാഷ മെച്ചപ്പെടുത്തുന്നതിലൂടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓർക്കാം, ഇതൊരു യാത്രയാണ്. ഓരോ ചെറിയ ചുവടുവെപ്പും പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഉടൻ പരീക്ഷിച്ച് നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്താ? താഴെ കമന്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലോട്ട് ഇത് എത്തിക്കാനായിട്ട് ഷെയറും ചെയ്യാം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. ആത്മവിശ്വാസക്കുറവ് നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ അഥവാ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്. പുതിയൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.